أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كذب الذين من قبلهم فكيف كان نكير തീർച്ചയായും അവർക്ക് മുൻപുള്ളവരും നിഷേധിച്ചു തള്ളിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? വലഖദ് കദ്ദബ الذين من قبلهم നിസ്സംശയം നിങ്ങൾക്ക് മുൻപുള്ളവരും നിഷേധിച്ചു. ഇതൊരു കഥയല്ല, ഒരു ചരിത്ര പുസ്തകത്തിന്റെ അവസാന പേജുകളുമല്ല. ഇത് സംഭവിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. മറയ്ക്കുന്ന ഹൃദയങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള ശക്തമായ താക്കീത്. അവർ സന്ദേശം വ്യക്തമായിരുന്നിട്ടും സത്യം മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നിട്ടും ദൂതന്മാരെ കള്ളം പറഞ്ഞവരാക്കി അള്ളാഹുവിന്റെ വാക്കിനെ അവഗണിച്ചു. അവർ അറിയാത്തവരല്ലായിരുന്നു, അവർ നിഷേധിക്കാൻ തീരുമാനിച്ചവരായിരുന്നു. പിന്നെ ഫകൈഫ കാന നകീർ, എന്നിട്ട് എൻ്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു? അള്ളാഹുവിൻ്റെ നക്കീർ അത് സാധാരണ കോപമല്ല, അതൊരു ഭയങ്കരമായ പിൻവലിക്കലാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പിൻവലിക്കൽ. മുമ്പുള്ളവർ നിഷേധിച്ചു. ഇത് കഥകളല്ല, നമുക്കും സംഭവിക്കാവുന്ന യാഥാർത്ഥ്യമാണ്. നിഷേധം ഒരു ചെറിയ തെറ്റല്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ അന്യായവുമല്ല, നീതിയാണ്. ഈ ആയത്ത് നമ്മോട് ചോദിക്കുന്നത്, അവർ നിഷേധിച്ചു, എന്നാൽ നീ എവിടെയാണ് നിൽക്കുന്നത് എന്നാണ്. ഖുർആൻ പഴയ ജനതകളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവരെ പരിഹസിക്കാൻ വേണ്ടിയല്ല, ജീവിച്ചിരിക്കുന്നവരെ ഉണർത്താനാണ്. എങ്ങനെയായിരുന്നു എൻ്റെ നക്കീർ? ഒരു തറപ്പിക്കുന്ന ചോദ്യമാണത്. മുൻപത്തെ ജനതകൾ സത്യത്തെ പരിഹസിച്ചു, തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതി. പക്ഷെ അവരുടെ ജീവിതം തന്നെ ഒരു മുന്നറിയിപ്പായി മാറി.